ഹായ്, എല്ലാവർക്കും നമസ്കാരം. നോക്ക് ദ റെസിപ്പീസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ എളുപ്പത്തിലും രുചിയിലും തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയുമായിട്ടാണ്. പരിപ്പും തക്കാളിയും കൂടി കുത്തിക്കാച്ചിയത്. അപ്പോൾ ഈ കറിക്കുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്: 2 തക്കാളി, 6 ചുള ചെറിയുള്ളി, 3 വലിയ ചുള വെളുത്തുള്ളി, 1 തണ്ട് വേപ്പില, 1/4 കപ്പ് പരിപ്പ്, നന്നായി കഴുകിയ ശേഷം സോക്ക് ചെയ്ത് വെച്ച പരിപ്പാണിത്. 1.5 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക് എന്നിവയാണ് ഇൻഗ്രീഡിയൻസായി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവിനനുസരിച്ചും നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്പൈസ് ലെവലിനനുസരിച്ചും അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യം തക്കാളി ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നല്ല ഫൈനായി ചതച്ചെടുത്തും മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് തക്കാളിയും പരിപ്പും കൂടി വേവിച്ചെടുക്കണം. അതിനായി ഒരു കുക്കറിലേക്ക് തക്കാളിയും വേപ്പിലയും പരിപ്പും 1 ഗ്ലാസ് വെള്ളവും 1 ടീസ്പൂൺ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒരു വിസിൽ മാത്രം വരുത്തി വേവിച്ചെടുക്കാം. ഇത് വെന്ത് കിട്ടുന്ന സമയത്തേക്ക് നമുക്ക് ഉള്ളി കാച്ചാനായി ഒരു ചീഞ്ചട്ടിയിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നാൽ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടി വന്നാൽ ഇനി ഇതിലേക്ക് നന്നായി ചതച്ച് വെച്ച ഉള്ളി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഉള്ളി ഇതുപോലെ മൂപ്പായി കിട്ടിയാൽ കുക്കറിൽ വേവിച്ചെടുത്ത തക്കാളിയും പരിപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ തക്കാളിയും പരിപ്പും കുത്തിക്കാച്ചിയ കറി. വയറു നിറയെ ചോറുണ്ണാൻ പറ്റിയ വളരെ സിമ്പിളും എന്നാൽ നല്ല ടേസ്റ്റിയുമായ കറിയാണിത്. ഞങ്ങളുടെ വീട്ടിൽ ഈ കറി ഉണ്ടാക്കുന്ന ദിവസം ചോറ് തീരുന്ന വഴിയേ അറിയില്ല. അപ്പോൾ വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ ടൊമാറ്റോ ദാൽ കോംബോ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കാനും ഒപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നാൽ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.